മെറ്റന മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളെ വിടുതലുമായിട്ട് ബന്ധപ്പെട്ട ഡെലിവറൻസ് മെസ്സേജസ് ആണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞത്. ഇനിയും തുടർമാനമായി ഒരു 15-20 മെസ്സേജ് കൂടെ നമുക്ക് കാണും. ഇതൊക്കെ എന്തിനാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും മേഖലകളിൽ നമ്മൾ കെട്ടപ്പെട്ടിരിക്കുകയോ അല്ലെങ്കിൽ നമുക്ക് പരാജയം തോന്നുന്നു, ആ ഭാഗത്തൊക്കെ നമുക്കൊരു ജയം വരാൻ വേണ്ടിയാണ് നമ്മളിതെല്ലാം പറയുന്നത്. കഴിഞ്ഞ ദിവസം വാഗ്ദത്തങ്ങൾ ദൈവം വിശ്വസ്തനാണ്, വാഗ്ദത്തങ്ങൾ നിറവേറ്റുന്നതിൽ ദൈവം കാലതാമസിക്കുന്നില്ല എന്നുള്ള ഒരു ചിന്തയായിരുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞത്. നിങ്ങളത് ശ്രദ്ധിച്ചു കാണും എന്ന് വിചാരിക്കുന്നു. ഇനിയും ബൈബിളിലെ പ്രത്യേകിച്ചും സങ്കീർത്തനങ്ങളൊക്കെ നമ്മൾ എടുക്കുമ്പോൾ, സങ്കീർത്തനങ്ങളിൽ ദാവീദിൻ്റെ ആയാലും മോശയുടെ ആയാലും ആസാഫിൻ്റെ ആയാലും ഒക്കെ സങ്കീർത്തനങ്ങളിൽ ദൈവം നല്ല ദൈവം, നമ്മളോട് കൂടെ ഇരിക്കുന്ന ദൈവം, നമ്മളെ സഹായിക്കുന്ന ദൈവം, നമ്മളെ വിടുവിക്കുന്ന ദൈവം, നമ്മളെ ബലപ്പെടുത്തുന്ന ദൈവം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റ്സ്, ദൈവത്തിനെ കുറിച്ചുള്ള സ്റ്റേറ്റ്മെൻറ്റ്സും അതനുസരിച്ച് ദൈവസന്നിധിയിൽ സ്തോത്രവും സ്തുതികളും അർപ്പിക്കുന്ന ഒരുപാട് ഇൻസിഡൻസ് നമുക്ക് സങ്കീർത്തനക്കാരന്മാരുടെ ജീവിതത്തിൽ കൂടി കാണാവുന്നതാണ്. ഇന്ന് അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചെറിയ സങ്കീർത്തനം, എല്ലാവർക്കും അറിയാവുന്ന ഒരു സങ്കീർത്തനമാണല്ലോ 91-ാം സങ്കീർത്തനം. ആളുകൾ പ്രധാനമായിട്ട് നിരാശയിലിരിക്കുമ്പോൾ, പേടിയിൽ ഭയത്തിലിരിക്കുമ്പോൾ, അതുപോലെ എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ്സ് അവരുടെ ജീവിതത്തിൽ വന്നു, അല്ലെങ്കിൽ ഇനി മുമ്പോട്ടുള്ള പ്രയാണം ബുദ്ധിമുട്ടാണ് എന്നൊക്കെ ചിന്തിക്കുന്നവർ കൂടെ വായിക്കുകയും മെഡിറ്റേറ്റ് ചെയ്യുകയും ചെയ്യുന്ന സങ്കീർത്തനമാണ് 91-ാം സങ്കീർത്തനം. ഈ സങ്കീർത്തനം 90-ൻ്റെ കണ്ടിന്യൂഷനാണ് മോശയുടെ സങ്കീർത്തനം എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ദാവീദിൻ്റെ സ്റ്റൈലും അതിൽ കാണുന്നുണ്ട്. എന്നാലും ചരിത്ര പണ്ഡിതന്മാർ ഇത് മോശ എഴുതിയെന്നാണ് പറയുന്നത്. ഇതിനകത്തുള്ള കണ്ടൻ്റ് എല്ലാം നമുക്കറിയാം, ആദ്യം തൊട്ടേ അറിയാം. അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവ്വശക്തൻ്റെ നിഴൽ കീഴിൽ പാർക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞ് ആരംഭിക്കുന്ന സങ്കീർത്തനം. അവിടെ എല്ലാം നമ്മളെ എൻകറേജ് ചെയ്ത് ദൈവം വിടുവിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ നിനക്ക് പേടിക്കാനായിട്ടൊന്നുമില്ല, ഒരു ബാധയും നിന്നെ അടുക്കുകയില്ല, ദൈവം യഹോവ നിൻ്റെ സങ്കേതമാവുന്നു, എല്ലാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലും ദൂതന്മാരോട് കൽപ്പിക്കും, നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. ഇതെല്ലാം പറഞ്ഞ് ഇതെല്ലാം നമ്മുടെ എന്ന് വെച്ചാൽ നമുക്ക് വരാമാവുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ദൈവം വിടുവിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അവസാനം അതിൻ്റെ കൺക്ലൂഷനായിട്ടുള്ള 14, 15, 16 ഈ വാക്യങ്ങൾ ആണ് ഞാൻ ഇന്ന് നിങ്ങളോട് ചുരുക്കമായി പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നുള്ളതാണ്. 91-ാം സങ്കീർത്തനം 14-ാം വാക്യം: അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും, അവൻ്റെ നാമത്തെ അറിയാൻ ഞാൻ അവനെ ഉയർത്തും. അവൻ എന്നെ 15-ാം വാക്യം: അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരം പറയും. കഷ്ടകാലത്ത് ഞാൻ അവനോടുകൂടെ ഇരിക്കും, അവൻ എന്നെ വിടുവിച്ച് മഹത്വപ്പെടും. ദീർഘായുസ് കൊണ്ട് ഞാൻ അവന് തൃപ്തി വരുത്തും, എൻ്റെ രക്ഷ അവനെ കാണിച്ചു നോക്കും. ഈ 3 വാക്യം കൂടെ പറഞ്ഞിട്ട് ആ സങ്കീർത്തനം കൺക്ലൂഡ് ചെയ്യുകയാണ്. അപ്പോൾ ഇതൊരു കാര്യം നമുക്കറിയാം. നേരത്തെ ആദ്യമെല്ലാം ഒരുപാട് കാര്യങ്ങൾ ദൈവം ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ട് അവസാനം ഇത് കൺക്ലൂഷനകത്ത് പറയുകയാണ്, അവൻ എന്നോട് പറ്റിയിരിക്കാൻ എന്ന് പറഞ്ഞാൽ, ഈ പറ്റിയിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അന്യോന്യം ചേർന്നിരിക്കുക. ഈ ചേർന്നിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? 2 പേര് എങ്ങനെയാണ് ഒരുമിച്ചാകുന്നത്, കൂടുന്നത്? അവരുടെ ആശയവും അവരുടെ ചിന്തകളും അവരുടെ ആക്ടിവിറ്റിയും എല്ലാം ഒരുപോലെ ആകുമ്പോഴേ അവർക്ക് ഒരുമിച്ചിരിക്കാൻ പറ്റുള്ളൂ, അല്ലേ? ഒരാൾ ചിന്തിക്കുന്നതിന് എതിരായിട്ട് വേറൊരാൾ ചിന്തിക്കുകയോ, ഒരാളുടെ ആക്ടിവിറ്റിക്ക് എതിരായിട്ട് വേറൊരാൾ വരികയോ ചെയ്താൽ അവിടെ ഒരു വഴക്കും ഒരു ഭിന്നതയും എപ്പോഴും കാണും. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ അവൻ എന്നോട് പറ്റിയിരിക്കുക, ആരത്? ദൈവം പറയുന്നതാണ്. അവൻ എന്നോട് എന്ന് പറഞ്ഞാൽ ഈ മേൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ 14, 13 വാക്യങ്ങളിലെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിലൊക്കെ അതീതമായിട്ട് ഈ വ്യക്തി എന്ന് വെച്ചാൽ കർത്താവിനെ അറിയുന്നത്. ആദ്യം 1 പറയുന്ന ഭാഗം എടുക്കുക. ഒന്നാം വാക്യത്തിൽ പറയുന്ന ഭാഗം എന്താണ്? അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവ്വശക്തൻ്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നത്. അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് ഇതിനെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത്. അവൻ എന്നോട് പറ്റിയിരിക്കുക, ഞാൻ അവനെ വിടുവിക്കും. ഇത് ദൈവം പറയുന്നൊരു പ്രോമിസാണ്. അവനെ വിടുവിക്കും. വിടുവിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൽ ഇംഗ്ലീഷിൽ ഐ വിൽ ഡെലിവർ എന്നാണ്. ഡെലിവർ, ഞാൻ അവനെ ഡെലിവർ ചെയ്യും. നമ്മൾ ഈ ഡെലിവറൻസ് മെസ്സേജാണ് ഈ പറയുന്നതെല്ലാം.
ഡെലിവറൻസ് പറഞ്ഞാൽ വിടുതലിൻ്റെ ഒരു മെസ്സേജാണ്. വിടുതൽ എന്ന് പറഞ്ഞാൽ എന്തിലോ ബോണ്ടേജ് ആയിരിക്കുകയാണ്, അല്ലേ? അവനെ ആരോ കെട്ടിയിട്ടിരിക്കുന്നു, അല്ലെങ്കിൽ എന്തിനോ തടസ്സം വരുന്നു, മുമ്പോട്ടുള്ള പ്രയാണത്തിൽ ജയമില്ല, അല്ലെങ്കിൽ എല്ലാം ഡീഗ്രേഡ് ചെയ്തു പോകുന്നു, ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. അങ്ങനെയുള്ള ആളുകളെ ഞാൻ വിടുവിക്കും. ആരാണ്? ദൈവം. എന്താണ് കണ്ടീഷൻ? അവൻ എന്നോട് പറ്റിയിരിക്കുക. അപ്പോൾ കർത്താവിനോട് പറ്റിയിരിക്കുന്നവരെ കർത്താവ് വിടുവിക്കും എന്ന് പറഞ്ഞാൽ, കർത്താവ് ചിന്തിച്ചതുപോലെയും കർത്താവ് നടന്നതുപോലെയും, കർത്താവ് ഞാൻ എടുത്തു പറയാനുള്ള ഇവിടെ യഹോവയായ ദൈവത്തെക്കുറിച്ചാണ് പറയുന്നത്. കർത്താവിൻ്റെ കാര്യം ഇവിടെ പ്രതിപാദിക്കുന്നില്ല. എന്നാൽ ദൈവം ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് ഈ ലോകത്തിൽ വന്ന് നമ്മുടെ ഇടയിൽ ദൈവവുമായി നടന്നു കണ്ടത് യേശു ക്രിസ്തുവിൽ കൂടിയാണ്. അതുകൊണ്ടാണ് യേശുവിൻ്റെ കാര്യം അങ്ങനെ പറയുന്നത്. അതുകൊണ്ട് യേശുവിനോട് ചേർന്നിരിക്കുന്നവർ, ദൈവത്തോട് ചേർന്നിരിക്കുന്നവരെ ദൈവം വിടുവിക്കും. ഏതൊക്കെ സിറ്റുവേഷനിലായാലും അവരൊന്ന് വിടുവിക്കും. വീണ്ടും പറയുകയാണ്, ഒന്നാമത് അവൻ വിടുവിക്കും, രണ്ടാമത് അവൻ എൻ്റെ നാമത്തെ അറിയാൽ ഞാൻ അവനെ ഉയർത്തും. അവിടെ ഒരു ഉയർച്ചയാണ്. ആദ്യം കെട്ടുകിടക്കായിരുന്നു, കെട്ടിന്ന് അവനെ അഴിച്ചു. അവിടെയൊക്കെ ജീവിതങ്ങളെ ഉദ്ദേശിച്ചാണ് ഞാനീ പറയുന്നത്. ഇത് ബൈബിളിൽ പറയുന്നല്ലോ, എന്തൊക്കെയോ കെട്ടുകളൊക്കെ ആയിരുന്നു. പല മാനസികമായിട്ടുള്ള കെട്ടുകളെ, ചിന്തകളിലുള്ള കെട്ടുകളെ, ആക്ടിവിറ്റീസിലുള്ള കെട്ടുകളെ, കൂട്ടുകെട്ടുകളിലുള്ള കെട്ടുകളെ, അഡിക്ഷനിലുള്ള കെട്ടുകളെ, ഇതെല്ലാത്തിൽ നിന്നും ദൈവം അറിഞ്ഞു അവനെ വിടുവിച്ചു. വിടുവിച്ചു കഴിഞ്ഞാൽ നിന്നെ വിടുവിച്ചു, നിൻ്റെ കാര്യം തീർന്നു എന്നുള്ളതല്ല. അടുത്തത് അവനെ ഉയർത്തുന്ന ദൈവം. എൻ്റെ നാമത്തെ അറിയുക എന്ന് പറഞ്ഞാൽ, എൻ്റെ നാമത്തെ അറിയുക എന്ന് പറഞ്ഞാൽ ദൈവത്തെ പേഴ്സണലായിട്ട് ദൈവത്തിൻ്റെ ആ ലൈക്ക്നെസ്സിൽ ഇരിക്കുന്ന, അവനോട് പറ്റിയിരിക്കുമ്പോഴേ അവൻ്റെ നാമത്തെ അറിയും. അവൻ്റെ നാമത്തെ അറിയുന്നവനെ അവൻ ഉയർത്തും. മോശയുടെ ജീവിതത്തിൽ വിക്കനായ മോശ പല ട്രെയിനിങ്ങൊക്കെ കഴിഞ്ഞ് വന്നെങ്കിലും വിക്കനായ മോശ, ദൈവം അവനെ വിളിച്ച സമയത്ത് അവൻ പറയുന്നതാണ്, ഞാൻ ആരുള്ളൂ, ഈ ഇസ്രായേൽ മക്കളെയൊക്കെ ഡെലിവറി ചെയ്യാനായിട്ട് എനിക്ക് അവിടെ പോകാനായിട്ട് എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ്. എന്നാൽ അവനെ ആദ്യം തന്നെ ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറഞ്ഞ് മോശയെ എംപവർ ചെയ്ത് അയച്ച ദൈവം അവനെ പടികളായിട്ട് ഉയർത്തി ഉയർത്തി കൊണ്ടുവരുന്നതായിട്ട് നമ്മളെ കാണുന്നുണ്ട്. ഇത്രയും ജനങ്ങളെ നയിച്ചു കൊണ്ടുപോകാനായിട്ട് അവൻ പറയുന്ന കാര്യങ്ങളെല്ലാം അതുപോലെ സംഭവിക്കുന്നു. ദൈവവുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ജീവിതത്തിൽ എൻ്റെ നാമത്തെ അറിയാൻ അവൻ ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറഞ്ഞ ആ നാമം, യഹോവ എന്ന നാമം അറിയാവുന്ന മോശയുടെ ജീവിതത്തെ അവൻ ഉയർത്തി. അതുകൊണ്ടാണ് പറഞ്ഞത്, എൻ്റെ നാമത്തെ അറിയാൻ ഞാൻ അവനെ ഉയർത്തും. അപ്പോഴ് രണ്ടാമത്തെ കാര്യം, അവനെ ഉയർത്തും. മൂന്നാമത്, അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരമരുളും. നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ അപേക്ഷകൾ കേൾക്കുന്ന ദൈവം. ഇതാണ് ഡെലിവറൻസിൻ്റെ ആവശ്യമായിട്ടുള്ളത്. നിങ്ങളൊരാവശ്യം വന്നു, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, ആ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം. അത് പറയുന്നത് എന്താണ്? അതിന് ഉത്തരമരുളും. നമ്മുടെ പ്രാർത്ഥനകൾക്കൊക്കെ ഉത്തരം കിട്ടുന്നുണ്ടോ? ഞാൻ എൻ്റെ കാരണങ്ങളൊക്കെ പല എപ്പിസോഡുകൾ പറഞ്ഞു എന്തുകൊണ്ടാണ് ഉത്തരം കിട്ടാത്തത്. കഴിഞ്ഞ 2 എപ്പിസോഡിന് മുമ്പ് പറയും നമ്മുടെ പ്രാർത്ഥനകൾക്ക് എന്താണ് ഉത്തരം കിട്ടാത്തത്. നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടും. എന്താണ്? അവനോട് പറ്റിയിരിക്കുകയാണെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടും. അവനെ വിളിച്ചപേക്ഷിക്കും, അവൻ ഉത്തരം തരും. ഹന്നയുടെ പ്രാർത്ഥനയെക്കുറിച്ച് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു. ഹൃദയം ഉള്ളിലേക്ക് അങ്ങോട്ട് പകർന്നു. പെനീന കുത്തുവാക്ക് പറഞ്ഞു, അവളെ പറഞ്ഞ് ദ്വേഷിച്ച് അവൾക്ക് എല്ലാ ചൂടും കൊടുത്തു. ഒരു രീതി പറഞ്ഞ ഹട്ട് ചെയ്യുമായിരുന്നു. എന്നിട്ടും പെനീനയ്ക്കെതിരായിട്ടൊന്നും പ്രവർത്തിക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്തില്ല. നേരെ ദൈവത്തിൻ്റെ ആലയത്തിൽ പോയിരുന്നു, തൻ്റെ ഹൃദയഭാരം ദൈവത്തോട് പറഞ്ഞു. ഏലി പോലും പറഞ്ഞു അവളും വീഞ്ഞു കുടിച്ച് മത്തായിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നാൽ അതിൻ്റെ മധ്യത്തിൽ പോലും അവൾ ഹൃദയഭാരം പറഞ്ഞപ്പോഴേ അവൾക്ക് ദൈവം അവളുടെ ആളുകളെ നിന്ദിച്ചതിൽ നിന്ന് അവളുടെ ജീവിതത്തിൽ അവൾക്കൊരു കുഞ്ഞിനെ കൊടുക്കുന്ന ദൈവം, പ്രാർത്ഥനയ്ക്ക് ഉത്തരമല്ലെന്ന് ദൈവം നമ്മുടെ പ്രാർത്ഥനകൾക്കെല്ലാം ഉത്തരം തരും. ഏതൊക്കെ സാഹചര്യങ്ങളിലൂടെ നിങ്ങൾ കടന്നുപോയാലും ആ സാഹചര്യത്തിൻ്റെ മധ്യത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, ദൈവത്തിനെ വിളിച്ച് അവനോട് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവൻ ഉത്തരം വരലും എന്ന് ഇവിടെ എഴുതിയിരിക്കുന്നു. സോ ഹീ ഷാൽ കോൾ അപ്പോൺ മീ, ഐ വിൽ ആൻസർ. അതാണ് മൂന്നാമത്തെ കാര്യം. നാലാമത്തെ കാര്യം, കഷ്ടകാലത്ത് ഞാൻ അവനോടുകൂടെ ഇരിക്കും. എല്ലാ മനുഷ്യർക്കും നല്ല കാലവും കഷ്ടകാലവും ഒക്കെ ഉണ്ട്. അഡാനി ആയാലും അംബാനി ആയാലും ലോകത്തിലെ എലോൺ മസ്ക് ആയാലും ആർക്കായാലും ഈ കാലങ്ങൾ
ഈ ലോകത്തിൽ ഉണ്ട്. എന്താ കാര്യം എന്ന് വെച്ചാൽ അത് ഈ രാശിയും സ്റ്റാറും വെച്ചുള്ള കാര്യമല്ല ഞാൻ ഈ പറയുന്നത്. അതെന്താണെന്ന് ചോദിച്ചാൽ അത് ദൈവം മനുഷ്യന് കൽപ്പിച്ചു കൊടുത്തിരിക്കുന്നതാണ്. എത്ര ഫൈനാൻഷ്യലി വെൽ ഓഫ് എന്ന് പറഞ്ഞാലും മാനസികമായിട്ട് പിരിമുറുക്കത്തിൽ എത്ര പേരാണ് കഴിയുന്നതെന്നറിയാം. അവിടെ നല്ല കാലമുണ്ട്, ദോഷകാലമുണ്ട്. ചിലർക്ക് അസുഖം വരാത്തവരൊക്കെ ഉണ്ടോ ലോകത്തിൽ? എനിക്കറിയത്തില്ല. ചിലർക്കൊക്കെ അസുഖം വന്നേക്കാം. എന്നാൽ അസുഖം വരാം, രോഗം വരാം, ക്ഷീണം വരാം, നമുക്ക് പ്രയാസങ്ങൾ വരാം, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവർ വേർപെട്ടു പോകാം. ഇതെല്ലാം തന്നെ ദുഃഖങ്ങൾ ഉളവാക്കുന്ന സമയങ്ങളാണ്. വേണമെങ്കിൽ അതിന് ചിലപ്പോഴേ കഷ്ടകാലം എന്ന് പറയാം. ഈ കഷ്ടകാലത്ത് എന്താണ്? ഐ വിൽ ബി വിത്ത് ഹിം ഇൻ ട്രബിൾ. കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെ ഇരിക്കും. കർത്താവിനോട് പറ്റിയിരിക്കുമ്പോഴേ നമ്മുടെ കൂടെ ഉണ്ട്. കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞാണ്, എമ്മുവേസിലേക്ക് നടന്നുപോയ ശിഷ്യന്മാരോട് കൂടെ കർത്താവ് ഉണ്ടായിരുന്നു. അവർക്ക് തിരിച്ചറിയാൻ പറ്റിയില്ല. നമ്മുടെ ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളിലും കർത്താവ് നമ്മളോട് കൂടെയുണ്ട്. ദാവീദിൻ്റെ സങ്കീർത്തനക്കാരനായ ദാവീദ് 21 സങ്കീർത്തനത്തിൽ പറയുന്നു, കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ. നീ എന്നോട് കൂടെ ഇരിക്കുകയാണ്. എന്താണ്? കൂരിരുൾ താഴ്വരയുടെ അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴും ഞാൻ ഭയപ്പെടേണ്ടതായിട്ടുള്ള യാതൊരു ആവശ്യവുമില്ല. കർത്താവ് എന്നോട് കൂടെയുണ്ട്. അതുകൊണ്ട് കഷ്ടകാലത്ത് അവൻ കൂടെയിരിക്കും. കഷ്ടകാലത്ത് ആരുമില്ലെന്ന് തോന്നുമ്പോഴും ദൈവം കൂടെ ഉണ്ടെങ്കിൽ എന്ത് ആശ്വാസമാണ് നമുക്കുണ്ടാകുന്നത്. ഇത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പല ആളുകളും ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സെറ്റ് ബാക്ക് വന്നു കഴിയുമ്പോൾ ദൈവത്തെ ദുഷിച്ചു ഞാൻ ഇതുവരെയും ദൈവത്തിൻ്റെ കാര്യങ്ങൾ ചെയ്യുകയും പ്രവർത്തിക്കുകയും കൊടുക്കുകയും നല്ല പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ്, എനിക്ക് എങ്ങനെ വന്നല്ലോ ദൈവമേ എന്ന് പറഞ്ഞ് ദൈവത്തെ ശപിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്ന അനുഭവമല്ല ഇവിടെ പറയുന്നത്. അവനോട് കൂടെ ഇരിക്കുന്ന അനുഭവം. അപ്പോഴെന്താണ്? അവനോട് കൂടെ ഇരിക്കുക മാത്രമല്ല, ഈ കഷ്ടം എന്നേക്കും അങ്ങനെ കഷ്ടത്തിൽ അങ്ങ് നിൽക്കത്തില്ല. അതാണ് ഇവിടെ പറയുന്നത്. അവനെ വിടുവിച്ച് അവനെ തൃപ്തിപ്പെടുത്തും. അവൻ്റെ ഹാർട്ടിൽ ഹൃദയത്തിൽ ആഗ്രഹം അവൻ നിർവഹിക്കും. സങ്കീർത്തനം 37 പറയുന്നതാണ്, ഹൃദയത്തിൽ ആഗ്രഹങ്ങളെ നടത്തുന്ന ദൈവത്തിൽ തന്നെ രസിച്ചു കൊള്ളുക. അങ്ങനെയാണ് അത് എഴുതിയേക്കുന്നത്. അവൻ നിൻ്റെ ഹൃദയത്തിൽ ആഗ്രഹങ്ങളെ നിനക്ക് തരും. ദൈവത്തിൽ രസിക്കുന്ന, ഇവിടെ നേരത്തെ പറഞ്ഞു ദൈവത്തോട് പറ്റിയിരിക്കുക. അപ്പോഴേ അവൻ നമുക്ക് തൃപ്തി തരികയാണ്. കഷ്ടകാലത്ത് നീ എന്നും കഷ്ടപ്പെട്ട് ഇതുപോലെ ഇരിക്കേണ്ട ആവശ്യമില്ല, നിനക്കൊരു വിടുതലുണ്ട്. ഈ ഒരു ചിന്ത നമ്മളെപ്പോഴും ഭരിക്കണം. അതുകൊണ്ടാണ് പ്രാർത്ഥനയിൽ മടുക്കരുത് പറഞ്ഞത്. ഒരു വിഷയത്തെക്കുറിച്ച് ചിലപ്പോൾ നമ്മൾ 1 വർഷം പ്രാർത്ഥിച്ചു, 2 വർഷം പ്രാർത്ഥിച്ചു, ചില ആളുകളുണ്ട് 2-3 വർഷം, ഇനി അത് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. പ്രത്യേകിച്ച് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പോകുന്നൊരു വിഷയമുണ്ട്. എനിക്ക് ദൈവം കാണിച്ചിരുന്ന വിഷയമാണ്. എന്താണെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ 4, 5, 6, 7, 8 വർഷമായിട്ട് കുഞ്ഞുങ്ങൾ ഇല്ലാതെ അതിനുവേണ്ടി നിങ്ങൾ നിരന്തരം പ്രാർത്ഥിക്കുകയാണ്. കഴിഞ്ഞ 1-2 വർഷമായിട്ട് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ചെറിയ വ്യത്യാസം വന്നത് എന്താണ്? പ്രാർത്ഥനയ്ക്ക് ഒരു വ്യത്യാസം വന്നു. ഇനി ഇത് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. ഇല്ലല്ല, ഇന്ന് നിങ്ങൾ എന്നോടുകൂടെ പ്രാർത്ഥിക്കണം ചേർന്ന്. നിങ്ങൾക്ക് വലിയൊരു ഗിഫ്റ്റ്, ഉയരത്തിൽ നിന്നൊരു ദാനം ദൈവം തരാൻ പോവുകയാണ്. അതുകൊണ്ട് പ്രാർത്ഥനയിൽ ഒരിക്കലും മടുപ്പ് കാണിക്കരുത്. കഷ്ടകാലത്ത് അവൻ നമ്മളോട് കൂടെ ഇരിക്കും. അവൻ വിടുവിച്ച് മഹത്വപ്പെടുത്തും. അവന് നമ്മളെ വിടുവിച്ച് മഹത്വപ്പെടുത്തും. ഇനിയും ഒരു കാര്യം കൂടെ ഉണ്ട്, ദീർഘായുസ് കൊണ്ട് അവൻ തൃപ്തി വരുത്തും, അവൻ്റെ രക്ഷയെ കാണിച്ചു കൊടുക്കും. ഈ 2 കാര്യം കൂടെ അതിനകത്തുണ്ട്. ദീർഘായുസ് കൊണ്ട് തൃപ്തി വരുത്തുക. ദീർഘായുസ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ചതഞ്ഞോ അങ്ങനെ കിടക്കുന്ന ഒരു ആയുസല്ല. മോശ 120 വർഷം ജീവിച്ചില്ലേ? 120ാമത്തെ വയസ്സിലും അവൻ മൗണ്ടൻ്റെ മേളിൽ കയറാനുള്ള ആരോഗ്യം ഉണ്ടായിരുന്നു. അവിടെ കയറി നിന്നിട്ട് മോശ നീ നോക്കാൻ പറഞ്ഞു ദൈവം. എങ്ങോട്ടാ? കനാൻ ദേശത്തേക്ക്. അന്നേരം പിസ്സാമേൽ നിന്നിട്ട് മോശ നോക്കുമ്പോൾ മോശയ്ക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതിന് കാഴ്ചശക്തി ഉണ്ടായിരുന്നു, മല കയറാനുള്ള കഴിവുണ്ടായിരുന്നു. അതിന് ദീർഘായുസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ആശുപത്രി കിടക്കുന്ന ദീർഘായുസല്ല, മരുന്ന് കഴിച്ചുള്ള ദീർഘായുസല്ല, ആരോഗ്യത്തോടിരിക്കാനുള്ള ദീർഘായുസ് ദൈവം കൊണ്ട് അത് നിനക്ക് തൃപ്തി വരുത്തും. അതുപോലെ എറ്റേണലായിട്ട് നിന്നെ ദൈവം വീണ്ടെടുക്കുന്നു എന്നുള്ളത് കാണിച്ചു തരും. ഇതൊക്കെ വലിയ പ്രോമിസാണ്, ദൈവം തരുന്ന പ്രോമിസാണ്. അത് ഒറ്റ ഒരു കണ്ടീഷനേ അതിനകത്ത് പറയുന്നുള്ളൂ. എന്താണ്? അവനോട് പറ്റിയിരിക്കുക. ഞാൻ എൻ്റെ സമയം ഇവിടെ 15 മിനിറ്റ്സ് തീർന്നതുകൊണ്ട് ഞാനിവിടെ നിർത്തുകയാണ്. എന്താണ്
ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ശരിക്കും അത് പറഞ്ഞു തീർന്നില്ല. ഇനിയും അതിൻ്റെ കുറച്ചും കൂടെ പറയാനുള്ള അടുത്ത എപ്പിസോഡിൽ പറയാം. നമ്മൾ ഒരു കാര്യം ഓർക്കുക, കർത്താവിനോട് ദൈവത്തോട് പറ്റിയിരിക്കുന്നവരെ അവൻ വിടുവിക്കും, അവൻ ഉയർത്തും, അവൻ ഉത്തരമരുളും, കഷ്ടകാലത്ത് കൂടെയിരിക്കും, അവന് തൃപ്തി വരുത്തും, ദീർഘായുസ്സ് കൊടുക്കും, അവന് രക്ഷയെ കാണിച്ചു കൊടുക്കും. ഇത്രയും കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ട്രബിളായി വിഷമിച്ച് ഇരിക്കേണ്ട ആവശ്യമില്ല. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴേ എന്നോട് കൂടെ ചേർന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഈ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം തരും. ഇതിൻ്റെ തുടർമാനമായിട്ട് ഈ നമ്മുടെ പ്രതികൂല അവസ്ഥകളിൽ ദൈവം നമുക്ക് ഉത്തരമരുളുന്നതിനെക്കുറിച്ച് ഇതിൻ്റെ കൂടെ പറയും. കഷ്ടകാലത്ത് അവനോട് കൂടെ ഇരിക്കും എന്ന് പറഞ്ഞത് കുറച്ചും കൂടെ പറയാനായിട്ടുണ്ട്. അതിനെയും കുറച്ചുകൂടെ പറയാം. നമ്മൾ ശ്രദ്ധിക്കുക, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാണ്. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയാണ്. അതുകൊണ്ട് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തൻ്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അത്യുന്നതൻ്റെ മറവിൽ വസിക്കുക. അത്യുന്നതൻ്റെ മറവെന്ന് പറഞ്ഞാൽ അവൻ്റെ പ്രൊട്ടക്ഷനിലാണ്, അവൻ്റെ സീക്രട്ട് പ്ലേസിൽ നമ്മൾ വസിക്കുകയാണ്. അവൻ്റെ ഇത് മോശ എഴുതുമ്പോഴേ മോശ ആ ടാബർനാക്കിള് കൂടാരവുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു എഴുത്താണ്. കർത്താവിൻ്റെ പ്രസൻസ്, ദൈവം കൂടെ ഇരിക്കുമ്പോഴേ എനിക്കൊന്നും പേടിക്കാനായിട്ടില്ല എന്നുള്ള ഈ ഒരു കോൺഫിഡൻസാണ് നമുക്കിന്ന് വേണ്ടത്. ഇതാണ് നമ്മൾ ഡെലിവർ ചെയ്യുന്നത്. നേരത്തെ നമ്മൾ 4-5 എപ്പിസോഡിൽ നമ്മുടെ നിരാശയെക്കുറിച്ചും നമ്മുടെ വാക്കുകളെക്കുറിച്ചും പറഞ്ഞു. വാക്കുകൾ കൂടി അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ് നമ്മളെ നിരാശപ്പെടുത്തുന്ന കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു, നമ്മുടെ ചിന്തകളെ, വാക്കുകൾ. അതുകൊണ്ട് അതിൽ നിന്നൊക്കെ ഡെലിവറായി നമ്മൾ ഇരിക്കേണ്ട, അവനോട് ചേർന്നിരിക്കാനായിട്ട് നമ്മൾ പഠിക്കാം, പ്രാർത്ഥിക്കാം. ദൈവമാർത്താവേ, ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നിന്നോട് ചേർന്നിരിക്കുവാൻ, നിൻ്റെ മറവിൽ വസിക്കുവാനായിട്ട്, നിൻ്റെ നിഴലിൻ കീഴിൽ പാർക്കുവാനായിട്ട് ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അത് ഞങ്ങൾ എടുക്കേണ്ട വോളണ്ടറി ആയിട്ടുള്ളൊരു എഫേർട്ടാണ്, അല്ല ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ആകുന്നതല്ല. കർത്താവേ, ഞങ്ങളത് മനസ്സിലാക്കി ഈ ദിവസങ്ങൾ നിൻ്റെ സന്നിധിയിലിരുന്ന് നിൻ്റെ കാര്യങ്ങൾ എന്താണെന്ന് ഗ്രഹിപ്പാനും അതനുസരിച്ച് പ്രാർത്ഥിച്ച് ഞങ്ങളെ തന്നെ നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുവാനും ഈ ദിവസങ്ങൾ കൂടുതലായിട്ട് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിൻ്റെ ആത്മാവ് കൂടുതലായിട്ട് ഞങ്ങളെ ഇതിനു വേണ്ടി ഹേമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ചും കർത്താവെ, പ്രാർത്ഥനയ്ക്ക് ഉത്തരമില്ല എന്ന് ചിന്തിച്ച് വിഷമിക്കുന്ന ചില ആളുകളുണ്ട്. അനേകം വർഷങ്ങളായിട്ട് ചില വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇന്ന് അവരെന്നോട് കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞാനല്ല പ്രാർത്ഥിക്കുന്നത്, അവരാണ് പ്രാർത്ഥിക്കുന്നത്. എന്നോട് കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്നൊരു മിറക്കിൾ ഡേ ആണ് അവരുടെ ജീവിതത്തിൽ. ഇന്ന് വലിയ അത്ഭുതങ്ങൾ നടക്കുന്നൊരു ദിവസമാണ്. കർത്താവേ, അവരുടെ വിശ്വാസത്തിൻ്റെ സ്ഥിരീകരണത്തിനായിട്ട് ഈ വലിയ അത്ഭുതം അവരുടെ ജീവിതത്തിൽ നിന്ന് വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അനേകം വർഷങ്ങളായി പ്രാർത്ഥിക്കാത്ത വിഷയങ്ങളിൽ ദൈവം ഉത്തരം തരും. 8 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലാതിരുന്ന ഒരു വ്യക്തി, ഇന്ന് ദൈവം അവരെ സഹായിക്കുകയും അവരെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. ഇന്ന് അവരുടെ ജീവിതത്തിലെ പുതിയൊരു പ്രത്യാശയുടെ നാമ്പ് ദൈവം അവരുടെ ജീവിതത്തിലേക്ക് പ്രദാനം ചെയ്യുകയാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലെ ആ കുടുംബങ്ങളെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ആ വ്യക്തികളിലൊക്കെ ജീവിതത്തിലെ വലിയ നന്മകളെ നീ അയക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇതുവരെയും പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടാത്ത ജോലി സംബന്ധമായിട്ടുള്ള വിഷയം, വിസയുടെ പ്രയാസങ്ങളിൽ നിന്നുള്ള ഡെലിവറൻസ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, ചില വ്യക്തികളുടെ ശമ്പളം കിട്ടാതെ വിഷമിക്കുന്നു. അനേകം വർഷങ്ങളായിട്ട് ശമ്പളം തടഞ്ഞു വെച്ചിരിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ ഇന്നത് റിലീസ് ചെയ്ത് വരുന്നു. യേശുവിൻ്റെ നാമത്തിൽ സ്തോത്രം. ദൈവം ഒരു കാര്യം ചെയ്താൽ അത് ഒരിക്കലും ആർക്കും അടയ്ക്കാൻ പറ്റത്തില്ല. ദൈവം തുറക്കുന്നത് ആർക്കും അടയ്ക്കാൻ പറ്റില്ല. ഇന്ന് രാത്രികാലം അതിന് വലിയൊരു വിടുതൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുക. നിങ്ങൾ കർത്താവിനോട് ചേർന്ന് പറ്റിയിരുന്ന് ഒന്ന് പ്രാർത്ഥിക്കുമോ? അവൻ നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരും, നിങ്ങളെ വിടുവിക്കും, നിങ്ങളെ ഉയർത്തും, കഷ്ടകാലത്ത് തുണയായിരിക്കും, നിങ്ങൾക്ക് തൃപ്തി വരുത്തും, രക്ഷയെ കാണിച്ചു കൊടുക്കും. ഇത്രയും വലിയൊരു ഉറപ്പ് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് നിങ്ങളെ പ്രാപിക്കുക, എന്നോട് ചേർന്ന് പ്രാപിക്കുക. ആ ഡിവൈസിലോട്ട് കൈ നീട്ടിക്കൊണ്ട് കർത്താവേ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞൊന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ചവരെ നീ അനുഗ്രഹിച്ചോർത്ത് സ്തോത്രം.
അവരുടെ ഹൃദയത്തിൽ ആഗ്രഹം നീ അവർക്ക് സാധിപ്പിച്ചു കൊടുക്കുന്ന സ്തോത്രം. കർത്താവിൽ തന്നെ രസിച്ചുകൊള്ളുക, അവൻ നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു തരും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രോമിസിൽ ഞങ്ങൾ എടുത്ത് കർത്താവെ ഞങ്ങൾ ആ വാഗ്ദത്തത്തിൽ ക്ലിങ്ങോൺ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇന്ന് ഉത്തരം തരികയും സഹായിക്കുകയും ചെയ്യുന്ന സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ. ആമേൻ. ഇത് കണ്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ടവരെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ ഒരു എപ്പിസോഡ് വീണ്ടും ഒന്നും കൂടെ കുറച്ചുകൂടെ പറയാനുണ്ട്, അതുകൂടെ പറയാം അടുത്ത ദിവസങ്ങളിൽ. ഇനി സങ്കീർത്തനത്തിൽ നിന്ന് കുറേ ധ്യാനങ്ങളുണ്ട്, അത് നമ്മളെ ഉറപ്പിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുന്നതാണ്. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റുകൾ ആ വാട്സാപ്പ് നമ്പറിൽ അയച്ചു തന്നാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. നമുക്കൊരു വാട്സാപ്പ് ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൽ ലൈവായിട്ടുള്ള മീറ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അതിനകത്ത് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സാപ്പ് നമ്പർ നിങ്ങളുടെ അയച്ചു തന്നാൽ അതിനകത്ത് നിങ്ങളെയും ജോയിൻ ചെയ്യിക്കുന്നതാണ്. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.